Hello, it's me Dr. Siddiq Melmuri, Assistant Professor, University of Calicut. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പാർട്ട് 2 ഫങ്ഷൻസ് ആൻഡ് അപ്രോച്ചസ് എന്ന ഏരിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. സോ ക്വസ്റ്റ്യൻ: ദ ജോബ് ഓഫ് ഫിനാൻസ് മാനേജർ ഈസ് കൺഫൈൻഡ് ടു ഓപ്ഷൻ റൈസിംഗ് ഓഫ് ഫണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റൈസിംഗ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, നൺ ഓഫ് ദിസ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഫിനാൻസ് മാനേജറുടെ ജോബ് എന്താണെങ്കിൽ അയാളുടെ ഏരിയ, സ്കോപ്പ് ഓഫ് വർക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതും മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഉള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഫിനാൻസ് മാനേജറുടെ റോളാണെങ്കിൽ പോലും നമുക്കിവിടെ കറക്റ്റ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ, റൈസിംഗ് ഓഫ് ഫണ്ട് ആൻഡ് ദയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ഫങ്ഷണൽ ഏരിയ ഓഫ് ഫിനാൻസ് മാനേജർ എന്ന് നോക്കാം. So the finance manager's function include capital budgeting, working capital management, and the dividend policies and its decision, acquisition and mergers, corporate taxation related activities, determining financial needs of the organization, determining source of funds, financial analysis, optimum capital structure preparation, CVP analysis, that is cost volume profit analysis, profit planning and control, fixed asset management of the organization, and project planning and evaluation. ഇത്രയും ഫങ്ഷണൽ ഏരിയ, വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജറുടെ ജോബ് അല്ലെങ്കിൽ അതിൽ ഫങ്ഷണൽ ഏരിയ എന്ന രീതിയിൽ നമ്മൾ മൈൻഡിൽ വേണ്ടത്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പിലും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ പോയിന്റുകൾ ഉള്ളത്. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ട്രഡീഷണൽ റോൾ ഓഫ് ഫിനാൻസ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ. അപ്പോൾ നമുക്ക് ഫിനാൻസ് മാനേജറുടെ അപ്രോച്ച് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജുമായി ബന്ധപ്പെട്ട അപ്രോച്ച്, നമുക്ക് മോഡേൺ അപ്രോച്ച് അതേപോലെ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്ന രണ്ട് ഏരിയ ഉണ്ട്. അതിൽ ട്രഡീഷണൽ അപ്രോച്ചിൽ ഫിനാൻസ് മാനേജർ എങ്ങനെയായിരിക്കണം, മോഡേൺ അപ്രോച്ചിൽ ഫിനാൻസ് മാനേജർ എങ്ങനെയായിരിക്കും എന്നുള്ള രണ്ട് ഐറ്റം നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്. അപ്പോൾ ഇവിടെ ട്രഡീഷണൽ റോൾ എന്ന് പറയുന്നത് കുറച്ച് നാരോ മൈൻഡഡ് റോളേ ഉള്ളൂ ഫിനാൻസ് മാനേജർക്ക്. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ. ജസ്റ്റ് ഫണ്ട് റൈസ് ചെയ്യുക, ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ ഫിനാൻസ് മാനേജറുടെ റോൾ. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്: ട്രഡീഷണൽ അപ്രോച്ച് കൺഫൈൻസ് ഫിനാൻസ് ഫങ്ഷൻ ഓൺലി ടു. Traditional approach confine finance function only to utilizing funds, raising of fund, financing decision, management of fund. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഫണ്ട് റേസ് ചെയ്യുക, ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഫിനാൻസ് മാനേജറുടെ ഡ്യൂട്ടി. സോ റേസിംഗ് ഓഫ് ഫണ്ട് ഈസ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് അപ്രോച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്രോച്ചസ് നമുക്ക് ഞാൻ പറഞ്ഞു ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്. So traditional approach means it is an approach related to the initial stage of its evolution during 1920s and 30s, where the term corporate finance was used to describe what is known as financial management today. And according to this approach, the scope of finance function was confined to only procurement of fund needed by a firm on most suitable term. So procurement of fund is the key term. So finance manager is a person who is appointed for finding financial resources to the organization, and the utilization of funds was considered beyond the purview of the finance function actually, and it was felt that the decision regarding the application of fund are taken somewhere else in the organization, not the function of this finance manager. Finance manager ഡ്യൂട്ടിയിൽ പെട്ടതല്ല ഈ അപ്രോച്ച് അനുസരിച്ച് ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫിനാൻസ് മാനേജർ ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത് ഫണ്ട് റേസ് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട് അക്യൂർ ചെയ്യുക, ഫണ്ട് കണ്ടെത്തുക ഓർഗനൈസേഷന് വേണ്ട. അതിൻ്റെ യൂട്ടിലൈസേഷനും അതിൻ്റെ പ്രൊജക്റ്റീവ് വാല്യൂഷൻ അത്തരം കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ പർവ്യൂ ഓഫ് ദിസ് ഫിനാൻസ് മാനേജർ ആസ് പെർ ദിസ് ട്രഡീഷണൽ അപ്രോച്ച്. സോ വാട്ട് ഈസ് എ മോഡേൺ അപ്രോച്ച്? സോ മോഡേൺ അപ്രോച്ച് നമുക്ക് എല്ലാ മേഖലകളും ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫിനാൻസ് മാനേജറുടെ ഫംഗ്ഷൻ എല്ലാത്തിലും അതിൽ പെടും എന്നർത്ഥം.
So the modern fund approach includes both raising of fund as well as their effective utilization. Raising and effective utilization. So wider concept ആണ് modern approach to the finance management. So the cost of raising fund and the return from their use should be compared here, and the funds raised should be able to give more returns than the cost involved in the procuring them. This approach considers the three decisions, that is investment decision, financing decision and dividend decision. മോഡേൺ അപ്രോച്ചിൽ ഈ ഏരിയയിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫിനാൻസ് മാനേജർ ചെയ്യണം. അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ റൈസിങ് ഓഫ് ഫണ്ട് എന്നതിനപ്പുറത്തേക്കൊന്നും ഇല്ല. പക്ഷേ ഇവിടെ റൈസിങ് ഓഫ് ഫണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതേപോലെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻസ്, അതാണ് നമ്മൾ ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക്കിൽ പഠിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന വൈഡർ ടേമിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻവോൾവ്, നേരത്തെ പറഞ്ഞ മോഡേൺ അപ്രോച്ചിൻ്റെ സബ് ക്വസ്റ്റ്യനാണിത്. ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻവോൾവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഓപ്ഷൻ ബി ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ് ആൻഡ് സെയിൽസ് ഡിസിഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കാം. സെയിൽസ് ഡിസിഷൻ ഒരിക്കലും ഫിനാൻസ് മാനേജർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ദാറ്റ് ഈസ് അണ്ടർ ദ പർവ്യൂ ഓഫ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. So B is not answer. Then C financing, dividend and cash decision. അപ്പോൾ എ ആണോ ബി ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഫിനാൻസ് മാനേജറുടെ മോഡേൺ അപ്രോച്ച് അനുസരിച്ച് ഫിനാൻസ് മാനേജറുടെ ഫംഗ്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഫിനാൻസിങ്, ഡിവിഡൻഡ് ആൻഡ് ക്യാഷ് എന്നുള്ള ഇതിൻ്റെ ഉള്ളിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ഈസ് ദ ആൻസർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫിനാൻസിങ് ഡിസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട് വരിക എന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത്രയും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം. പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാതിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ അല്ലാതെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ അസർഷൻ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ രൂപത്തിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. അതിൻ്റെ ഹിൻറ്റുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോ ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മീൻസ് ക്യാപിറ്റൽ ബജറ്റിംഗ്. സോ ഈ ഒരു ഏരിയ ഒരുപാട് കാര്യങ്ങൾ പറയണം. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ, ടെക്നിക്സ്, ക്രൈറ്റീരിയ, അത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, മെത്തേഡ്സ് എല്ലാം. സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മീൻസ് ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെ പ്രൊജക്റ്റിൽ വേണം, പ്രൊജക്റ്റ് ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ബേസിൽ നമ്മൾ തീരുമാനിക്കും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഷോർട്ട് ടൈം ഫണ്ട് എവിടെ നിന്ന് അക്വയർ ചെയ്യണം, ലോങ് ടൈം ഫണ്ട് എവിടെ നിന്ന് അക്വയർ ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ വരും. സെക്കൻഡ് ഈസ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ മീൻസ് അതിൽ വരുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഒരുപാടുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട അനാലിസിസ്, അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ട് വേണം. ദെൻ EBIT, EPS അനാലിസിസ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് ഏർണിംഗ് പെർ ഷെയർ അനാലിസിസ്. ദെൻ ലിവറേജ് അനാലിസിസ്, ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻ ലിവറേജ്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫിനാൻസിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ട ഏരിയയിൽ വരും. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സോഴ്സ് ഓഫ് ക്യാപിറ്റലും അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കണ്ടെത്തലും, ഇവിടെയൊക്കെ ഡെപ്തിൽ നമുക്ക് പോകാനുണ്ട്. എനിവേ ഈ ഒരു ഫിനാൻസിങ് ഡിസിഷൻ എന്ന രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലോ ചോദിക്കുകയാണെങ്കിൽ ഇത്തരം പോയിന്റുകൾ ഒന്ന് എലാബറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുമ്പോൾ നമുക്കത് കിട്ടും. ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ്, റെലവൻറ്റ് ആൻഡ് ഇറലവൻറ്റ് തിയറീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ ഈ ഒരു 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ഈ 3 ഏരിയകളാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ കോർ ഏരിയ ആയിട്ട് വരുന്നത്. വരും ക്ലാസ്സുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് പരമാവധി ഉത്തരം തരാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോ ഇതിന് താഴെ ഉണ്ടാവും, ഓരോ സീരീസ്. താങ്ക് യു.